വിവരസാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ വകുപ്പിനെ കാലത്തിനനുസരിച്ച് ആധുനികവൽക്കരിക്കുന്ന നടപടികളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. കോട്ടായി സബ് രജിസ്ട്രാർ ഓഫീസ് പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തിന്റെ വരുമാന സ്രോതസ്സിൽ രജിസ്ട്രേഷൻ വകുപ്പ് പ്രധാനപ്പെട്ടതാണ് എന്നും ഒരു ജില്ലയിലെ ആധാരം ജില്ലയ്ക്കകത്തെ ഏത് രജിസ്ട്രാർ ഓഫീസിലും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ടെന്നും മന്ത്രി തുടർന്ന് പറഞ്ഞു. ഓൺലൈനായി രജിസ്ട്രേഷൻ തീയതിയും സമയവും നിശ്ചയിക്കുന്നതിനുള്ള സംവിധാനവും ഗഹൻ രജിസ്ട്രേഷൻ നൽകുന്നു. പഴയ ആധാരങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തതോടുകൂടി ആധാരപ്പകർപ്പുകൾ ലഭ്യമാക്കുന്ന നടപടികളും നിലവിലുണ്ട്. പേയ്മെന്റ് സംവിധാനത്തിലൂടെ രജിസ്റ്റർ ഓഫീസുകൾ ക്യാഷ്ലെസ് ഓഫീസുകളായി മാറി. ഭൂമി സംബന്ധമായ ആവശ്യങ്ങൾക്ക് ഓഫീസുകൾ കയറിയിറങ്ങേണ്ട സാഹചര്യം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന വികസനത്തിന്റെ ഭാഗമായി പഴയ കെട്ടിടങ്ങൾ നവീകരിക്കുന്ന പദ്ധതി നടപ്പിലാക്കി വരികയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പി സുമോദ് MLA അധ്യക്ഷനായി. കെ രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. കേരളത്തിന്റെ ഏറ്റവും പുരാതനമായ ഒരു നമ്മുടെ ഔദ്യോഗിക പ്രവർത്തന കേന്ദ്രമായ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ഭൂമിയുടെ ഉടമകളാക്കി നമ്മളെ മാറ്റുന്നത് രജിസ്ട്രേഷൻ കൊണ്ടാണ്. രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ നമ്മൾ ഭൂമിയുടെ ഉടമയല്ല. ഒരു കാലത്ത് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ഉടമ ആരെന്ന് വ്യക്തമായിരുന്നില്ല. ഇപ്പോഴാണ് പിന്നീട് എല്ലാവർക്കും ഭൂമിയുടെ ഉടമകളായി മാറാനുള്ള ഭാഗ്യമുണ്ടായി. പണ്ട് വോട്ട് ചെയ്യാനും മഹാഭൂരിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇത്ര സംഖ്യ കരമടയ്ക്കുന്ന ആളുകൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ അധികാരം ഉണ്ടായിരുന്നു. മഹാഭൂരിപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അധികാരമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മഹാഭൂരിപക്ഷം സ്വന്തമായിട്ട് ഭൂമി ഉണ്ടായിരുന്നു. സ്വന്തമായി എല്ലാവർക്കും ഭൂമി ഉണ്ടാകുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അത് ശാശ്വതമാക്കാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനമാണ് നടന്നത്. അപ്പോൾ ഭൂമിയുടെ സ്വന്തക്കാരാക്കി മാറ്റുന്ന ഒരു വകുപ്പ് കൂടിയാണ് രജിസ്ട്രേഷൻ വകുപ്പ് എന്ന് നാം കൃത്യമായിട്ട് തിരിച്ചറിയുന്നത്. പൊതുമരാമത്ത് വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം റിപ്പോർട്ട് അവതരിപ്പിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, രജിസ്ട്രേഷൻ ജോയിന്റ് IG PK സാജൻ കുമാർ, കോട്ടായി സബ് രജിസ്ട്രാർ PN സുമ, തൃശൂർ രജിസ്ട്രേഷൻ DIG R മധു, കോട്ടായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് K വിജയൻ, കോട്ടായി ആധാരമെഴുത്ത് യൂണിറ്റ് സെക്രട്ടറി TK ജഗദീശൻ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.